ഡി-സോൺ കലോത്സവത്തിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ കെ.എസ്.യു നേതാക്കൾ സ്ഥിരം കുറ്റവാളികളാണ്. വിവിധ സ്റ്റേഷനുകളിലായി 18 കേസുകളിൽ പ്രതിയാണ് ഗോകുൽ ഗുരുവായൂർ. വധശ്രമവും ഭവനഭേദനവും ഉൾപ്പെടെയുള്ള 18 കേസുകളാണ് ഗോകുൽ ഗുരുവായൂരിന്റെ പേരിലുള്ളത്. ഡി-സോൺ കലോത്സവത്തിലെ ആക്രമണം ഉൾപ്പെടെ 5 വധശ്രമ കേസുകളിൽ പ്രതിയുമാണ് ഗോകുൽ. ശരത് തോങ്ങല്ലൂർ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരത്ത്, SFIയുടെ പ്രവർത്തകരെ അതിക്രൂരമായി ആക്രമിച്ച വിഷയത്തിൽ ആ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഗോകുലിനടക്കം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയൊക്കെയും ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്. ചുണക്കുട്ടിയെന്നും ആൺകുട്ടിയെന്നുമൊക്കെയും വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ അവർ ഗോകുലിന് മറ്റൊരു പരിവേഷം നൽകാൻ ശ്രമിച്ചത്. പക്ഷേ ഈ ഗോകുലിനെതിരെയുള്ള വധശ്രമ കേസുകൾ, ഭവനഭേദനം അടക്കമുള്ള വിഷയങ്ങളിൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലടക്കം ഉണ്ടായിട്ടുള്ള കേസുകൾ സംബന്ധിച്ച കാര്യങ്ങളുടെ വിശദവിവരങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ ആ ഒരു കലോത്സവത്തെ തീർത്തും കലാപോത്സവമാക്കി മാറ്റാൻ ശ്രമിച്ച KSU നേതാവിന്റെ ഈ വിവിധ തരത്തിൽ ഇങ്ങനെ ആക്രമണം നടത്തിയതിന്റെ ചരിത്രമാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും കാവ്യ, ഇത്തരത്തിലെ കലോത്സവത്തിനെ കാവ്യ പറഞ്ഞ പോലെ കലാപോത്സവമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ച KSU ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഗോകുലിൻ്റെ പേരിൽ 18 കേസുകളാണുള്ളത്. അതായത് തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ ഗോകുലിനെതിരെ കേസുണ്ട്. ഇത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിക്കൊണ്ടോ ഉണ്ടായതല്ല പൂർണ്ണമായിട്ടും. ഇതിനകത്ത് 5 വധശ്രമ കേസുകളുണ്ട്. അതായത് മാള പോലീസ് രജിസ്റ്റർ ചെയ്ത ഇപ്പോൾ ആശിഷ് കൃഷ്ണയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് ഉൾപ്പെടെ 5 വധശ്രമ കേസുകളിലെ പ്രതിയാണ് ഈ പറയുന്ന ഗോകുൽ ഗുരുവായൂർ എന്ന് പറയുന്നത്. അതുപോലെ ഗുരുവായൂർ സ്റ്റേഷൻ ലിമിറ്റിനകത്ത് ഒരു പ്രധാനപ്പെട്ട കേസുള്ള ഭവനഭേദനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കേസ് ഗോകുലിനെതിരെയുള്ളത് ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ച കേസുണ്ട്. പിന്നീട് പൊതുമുതൽ നശിപ്പിച്ച കേസുണ്ട്. അതുപോലെ തന്നെ ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് നിയമം ലംഘിച്ച് പ്രവർത്തിച്ചതിൻ്റെ പേരിലുള്ള കേസുകളുണ്ട്. ഇത്തരം കേസുകളെ നമുക്കൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കാണാമെങ്കിൽ പോലും ഈ ഭവനഭേദനവും ഈ വധശ്രമവും എല്ലാം എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ പ്രവർത്തകൻ്റെ ഭാഗമായി മാറുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഗോകുലിന് പിന്തുണയായിട്ട് വലിയ നേതാക്കൾ തന്നെയാണ് രംഗത്ത് വരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ നേതാക്കളുടെ പിന്തുണ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഗോകുലിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഗോകുലിൻ്റെ പേരിലുള്ള കേസുകളുടെ എണ്ണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊണ്ടുള്ളതാണെന്നാണ്. അപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചിരുന്നു ഈ ഭവനഭേദനവും വധശ്രമവും എല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണോ എന്ന്. എന്നാൽ അതിന് വ്യക്തമായി മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. എന്തായാലും കോൺഗ്രസ് നേതാക്കളുടെയും യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയും വലിയൊരു പിന്തുണ ഇത്തരത്തിൽ KSU നേതാക്കൾക്കുണ്ട്. ഇത്തരത്തിൽ ആക്രമണം നടത്തിയ KSU നേതാക്കൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഗോകുൽ ഗുരുവായൂരിനെയും അക്ഷയ്, KSUവിൻ്റെ കേരളവർമ്മ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള അക്ഷയെയും കേരളവർമ്മ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അതായത് ഈ കേരളവർമ്മ കോളേജിൽ തന്നെ പഠിക്കുന്ന ആശിഷ് കൃഷ്ണയെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ അതിക്രമിച്ചിരിക്കുന്നത്. പോലീസിൻ്റെ അതിക്രമം നടത്തിയിരിക്കുന്നത് അയാൾക്കെതിരെയാണ് അതിക്രമം നടത്തിയിരിക്കുന്നത്. പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലും വളരെ കൃത്യമായി തന്നെ ഈ ഗോകുലിൻ്റെ നേതൃത്വത്തിൽ നടന്നത് ഈ ആശിഷിനെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അക്രമമാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുമുണ്ട് ആര്യ.